നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ബി.ജെ.പി. സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ചേർന്ന് നടത്തുന്നത്. അംബാനി, അദാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം പലതരത്തിലുള്ള ആരോപണങ്ങൾ കർഷകരെ ഇളക്കി നോക്കി. ഇങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നെങ്കിലും അതിനെയൊക്കെ ഫലപ്രദമായി മണിപ്പൂർ വിഷയം അടക്കമുള്ള വിഷയങ്ങൾ ഫലപ്രദമായി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഫലപ്രദമായി അതിന്റെ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ബി.ജെ.പിക്കായി. എന്നാൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ വീണ്ടും ഒരു കലാപം സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടക്കുന്നതായി സംശയം ഉയരുകയാണ്. മറ്റെല്ലാ രീതിയിലും പരാജയപ്പെട്ട പ്രതിപക്ഷം ഇനി കർഷക സമരത്തിലൂടെ കലാപം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ആരോപണം ഉയരുന്നുണ്ട്. സംശയാസ്പദമായ രീതിയിലാണ് മിനിമം താങ്ങുവില കിട്ടാൻ പാകത്തിൽ നിയമം സൃഷ്ടിക്കണമെന്നാവശ്യപ്പെട്ട് പൊടുന്നനെ ഫെബ്രുവരി 13-ന് 200ഓളം കർഷക സംഘടനകൾ ഡൽഹിയിൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ കർഷക സംഘടനകളാണ് കുറഞ്ഞ താങ്ങുവില ലഭിക്കാൻ വേണ്ട നിയമനിർമ്മാണം നടത്താൻ ആവശ്യപ്പെട്ട് നാളെ ഡൽഹി മാർച്ചിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഏകദേശം 200ഓളം കർഷക സംഘടനകളാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 5000 ട്രാക്ടറുകളും 25,000 കർഷകരും ഈ മാർച്ചിന് ഉണ്ടാകും. ഈ മാർച്ചിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമമുണ്ടായേക്കുമെന്ന രഹസ്യ ഏജൻസികളുടെ വിവരത്തെ തുടർന്ന് ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ആയുധമേന്തിയവർ വരാതിരിക്കാൻ കർശന ജാഗ്രത പാലിക്കുന്നുമുണ്ട്. സമരക്കാരെ ട്രക്കിൽ കയറ്റി കൊണ്ടുവരുന്ന തടയാൻ ആണികളും വിതറിയിട്ടുണ്ട്. പോലീസ് 144 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 4 പേരിൽ കൂടുതൽ കൂട്ടം കൂടുന്നത് തടയാനാണിത്. രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും സമരത്തിന് വരുമെന്നതിനാൽ വലിയ ആശങ്കയും സർക്കാരിനുണ്ട്. ഇവരിൽ പലരും ആയുധങ്ങൾ കൊണ്ടുവരുമെന്ന ഭീഷണിയുമുണ്ട്. അതിനാലാണ് 144 പ്രഖ്യാപിച്ചതെന്ന് പോലീസ് ഉത്തരവിൽ പറയുന്നു. തോക്ക്, തൃശൂൽ, വാൾ, കുന്തം, ലാത്തി, വടി എന്നിവ കൊണ്ടുവരുന്നതും പോലീസ് തടയും. സമരവും കലാപവും നടത്തി ഫോട്ടോകളും വീഡിയോകളും സംഘടിപ്പിച്ച് മോദി സർക്കാരിനെതിരായുള്ള പ്രചരണമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. ഖലിസ്ഥാൻവാദികൾ വരെ നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. സമരം പ്രഖ്യാപിച്ച സംസ്ഥാനങ്ങളിൽ നിന്നും ട്രക്ക്, ലോറി, ബസ്, സ്വകാര്യ വാഹനങ്ങൾ എന്നിവയിൽ സമരക്കാരെ നിറച്ച് ദില്ലിയിലേക്ക് വരുന്നത് എന്ത് വില കൊടുത്തും തടയുമെന്നും പോലീസ് വ്യക്തമാക്കി. മിക്കവാറും മുൻപ് നടന്നതിന് സമാനമായി ഡൽഹി അതിർത്തിയിലെ റോഡുകൾ സ്തംഭിപ്പിച്ച് ഗതാഗതം തടയുകയാണ് സമരക്കാരുടെ ലക്ഷ്യമെന്നാണ് സൂചന. ഏതായാലും രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് വലിയൊരു കലാപം സൃഷ്ടിച്ചുകൊണ്ട് മോദിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു കലാപമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കലാപ ശ്രമമാണ്, അല്ലെങ്കിൽ അടിച്ചമർത്താനുള്ള ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം തന്നെ ഇടതുപക്ഷത്തിനുണ്ട്. കാരണം കോൺഗ്രസും ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞ് വലിയ സഖ്യ സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിച്ചിരുന്ന നിതീഷ് കുമാർ അടക്കമുള്ളവർ മുന്നിൽ നിന്ന് നയിച്ചിരുന്ന സഖ്യം ഏതാണ്ട് തകർച്ചയുടെ പരിപൂർണതയിലെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ സഖ്യത്തിൽ നിന്ന് പലരും ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് വരികയാണ്. പോരാത്തതിന് കമൽനാഥ് അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് വരുന്നു എന്നതിന്റെ സൂചനകളും പുറത്തു വരുന്നു. ഏതായാലും ഇനി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് കോൺഗ്രസിനും നന്നായി അറിയാം. പ്രതിപക്ഷ കക്ഷികളെല്ലാം ചേർന്നുകൊണ്ട് അരാജകത്വം വിതച്ചുകൊണ്ട് സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആയുധമാക്കി മാറ്റാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടത്താൻ പോകുന്നത് എന്ന സംശയം രഹസ്യാന്വേഷണ ഏജൻസികൾക്കെല്ലാം ഉണ്ട്. ഏതായാലും ഇതെല്ലാം രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു.